ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് A24 എന്ന് പറയുന്ന മോഡലിൻ്റെ ചാർജിങ് കംപ്ലൈൻറ്റിനെ പറ്റിയാണ്. ചാർജിങ്ങിൻ്റെ ഫുൾ വേസ്, ചാർജിങ് സാധാരണ കംപ്ലൈൻറ്റ് വരാറുള്ള സ്പെയറുകൾ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കണക്ടർ. ഈ ചാർജിങ് കണക്ടറിന് 5 ലെഗുകളാണുള്ളത്. ഈ 5 ലെഗുകളിൽ ഈ സൈഡിലെ ഫസ്റ്റിലത്തെ ലെഗാണ് മൈനസ് പോയിൻ്റ്, ഈ സൈഡിലെ ഫസ്റ്റിലത്തെ ലെഗാണ് പ്ലസ് പോയിൻ്റ്. ഈ ചാർജിങ് കയറാനായിട്ട് നമുക്ക് ഈ മൈനസും പ്ലസും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ചാർജിങ്ങിൻ്റെ ലൈൻ പറയാം. ഇപ്പോൾ ഈ കണക്ഷൻ നെഗറ്റീവ് കണക്ഷൻ നെഗറ്റീവിലേക്കും, പ്രിൻ്റ് എല്ലാം ഉള്ളതുകൊണ്ടെന്ന രീതിയിൽ നെഗറ്റീവ് കണക്ഷൻ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. പോസിറ്റീവ് കണക്ഷൻ പോസിറ്റീവിലേക്കാണോ സോൾഡറിങ് എന്ന് കറക്റ്റായിട്ട് നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ ചാർജിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചാർജിങ് കണക്ടർ കറക്റ്റാണോ എന്ന് നോക്കുക. നിങ്ങളിവിടെ മൾട്ടിമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന്. എന്നിട്ട് ചാർജിങ്ങിൻ്റെ പോസിറ്റീവ് ലൈൻ നേരെ കയറുന്നത് ഇവിടെ ഒരു ഡയോഡ് ഇരിപ്പുണ്ട്. ഈ ഡയോഡിൻ്റെ ഈ സൈഡിലേക്കാണ്. പിന്നെ ഈ കണക്ഷൻ ഇങ്ങോട്ടാണ് പോരുന്നത്. ഈ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ ഈ സൈഡിലേക്കാണ് പോരുന്നത്. ഈ സൈഡിൽ ഒരു സാധാരണ പോകാറുള്ള ഒരു ഇതുണ്ട്, ഒരു റെഗുലേറ്റർ. ഇതിൻ്റെ സൈഡിലൊരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ഇത് നെഗറ്റീവായിട്ട് എർത്ത് ചെയ്തേക്കുന്ന കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് കൊണ്ട് ഇത് ഫിൽറ്റർ ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. കംപ്ലൈൻറ്റ് കൊണ്ട് പ്രശ്നം വരാം. അങ്ങനെയുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ, ഇതും ഒരു സൈഡ് പോസിറ്റീവ് കണക്ഷൻ കയറുന്നു, ഒരു സൈഡ് എർത്ത് ചെയ്തേക്കുന്നതാണ്, നെഗറ്റീവാണ്. ഫിൽറ്ററിങ് കപ്പാസിറ്ററാണ്. ഇതും സാധാരണ പോകാറുള്ള കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കണക്ഷൻ പോസിറ്റീവ് കണക്ഷൻ നേരെ വന്ന് കയറുന്നത് ഈ സൈഡിലെ കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡിലേക്ക് കയറും. പിന്നെ വന്ന് കയറുന്നത് ഈ റെഗുലേറ്ററിൻ്റെ ആദ്യത്തെ പിന്നിലേക്കാണ്. ഈ സൈഡിലെ ആദ്യത്തെ പിന്നിലേക്ക് കയറും. എന്നിട്ട് ഔട്ട്പുട്ട് വരുന്നത് നേരെ ഈ ഫ്യൂസിലേക്കാണ്. ഫ്യൂസിൽ 2 തലയ്ക്കലും വോൾട്ടേജ് കാണിക്കണം. വോൾട്ടേജ് ഒരു 4 വോൾട്ട് റേഞ്ചിൽ കാണിക്കണം. ഇവിടം വരെ ഇത് 5 വോൾട്ട് റേഞ്ചിൽ കാണിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കുറയും. അത് കഴിഞ്ഞ് ഈ കപ്പാസിറ്ററിൻ്റെ ഈ സൈഡിലേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ നേരെ ബാറ്ററി കോണ്ടാക്റ്റിലേക്കാണ് വരുന്നത്. ഇത്രയും കണക്ഷൻ ഓക്കെ ആണെന്നൊരിയിൽ നിങ്ങൾക്ക് ബാറ്ററി കോണ്ടാക്റ്റിൽ നിങ്ങൾ ചാർജർ കുത്തി വെച്ച് വോൾട്ടേജ് നോക്കുമ്പോൾ ഒരു പോൾ നെഗറ്റീവിലും ഒരു പോൾ പോസിറ്റീവിലും വെച്ച് നോക്കുമ്പോൾ ചാർജിങ് വരുന്നതായിട്ട് കാണാം, വോൾട്ടേജ് വരുന്നതായിട്ട് കാണാം. അഥവാ നിങ്ങൾക്ക് പ്രിൻ്റ് ഇല്ലെന്നൊരിയിൽ നിങ്ങൾ ഈ സൈഡിലത്തെ ഫസ്റ്റ് പോൾ നിങ്ങൾ ഒരു ജമ്പർ വയർ എടുത്തേച്ച് നിങ്ങൾ നെഗറ്റീവിലേക്ക്, ഏതെങ്കിലും ലൈനിൽ ഇതൊക്കെ നെഗറ്റീവാണ്, നെഗറ്റീവിലേക്ക് നിങ്ങൾ കൊടുക്കാവുന്നതാണ്. പോസിറ്റീവ് എടുത്തേച്ച് ഈ ഡയോഡിൻ്റെ ഈ സൈഡിലേക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഡയോഡും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഡയോഡാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഡയോഡ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഫോണിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ചാർജിങ്ങിൽ നിങ്ങൾ ചെയ്തേച്ച എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.